ബോബി ചിമണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ബോബി ചിമണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷന്റെ പട്ടാമ്പി മേഖലാ സമ്മേളനം നാളെ ഓങ്ങല്ലൂർ വാടനാംകുരിശിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷന്റെ പട്ടാമ്പി മേഖലാ സമ്മേളനവും കുടുംബസംഗമവുമാണ് നാളെ വാടാനംകുരിശി YMTSS കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നത്. രാവിലെ 10 മണിക്ക് രക്ഷാധികാരി KT അലിഹാജി പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന കുടുംബസംഗമം മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. 2014 SMA എന്ന പ്രസ്ഥാനം നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് രൂപീകരിക്കുകയും പിന്നീട് 2017 ജൂലൈ 20 ആലുവയിൽ വെച്ച് നടത്തിയ KSMA എന്ന പ്രസ്ഥാനം ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ 80 ചില്ലാനം മേഖലകളിലായി സമ്മേളനം നടത്തുകയാണ്. അത്രക്കും വിപുലീകരിച്ച ഒരു സംഘടനയാണ് കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ. അതിൻ്റെ പട്ടാമ്പി മേഖലാ സമ്മേളനം ഈ വരുന്ന 25/1/2025 വാടാനംകുരിശി MTS കൺവെൻഷൻ സെന്ററിൽ രാവിലെ 10 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. വൈകുന്നേരം 7 മണിക്ക് വലിയ ഒരു കുടുംബസംഗമവും അതുപോലെ കലാവിരുദ്ധവും ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA മോഹസിൻ സാർ അവர்களാണ്. അതിൽ സംസ്ഥാനത്തെ നേതൃത്വവും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വവും വിവിധ മേഖലാ ഭാരവാഹികളും അണിചേരും. സാമൂഹ്യ പ്രതിബദ്ധതയോടെയാണ് സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. 2014 ആരംഭിച്ച സംഘടന ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപിച്ചെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V മുത്തുമൗലവി, മേഖലാ പ്രസിഡന്റ് T മൊയിനുദ്ദീൻ, P അലിമോൻ, V സിദ്ദീഖ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. മേഖലാ സമ്മേളനം കറക്റ്റ് കാലത്ത് 10 മണിക്ക് തന്നെ പതാക ഉയർത്തി മുഖ്യ രക്ഷാധികാരി KT അലിഹാജി പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മോഹസിൻ MLA ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മുഖ്യാതിഥികളായിട്ടും ഹെൽത്ത് ഇൻസ്പെക്ടർ പോലത്തെ മുഖ്യാതിഥികളായിട്ടും ഒക്കെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നിലവിലുള്ള ബോഡി പിരിച്ചു വിട്ടുകൊണ്ട് പുതിയ ബോഡി തിരഞ്ഞെടുക്കും. ഇത് കഴിഞ്ഞ് വൈകുന്നേരം 7 മണിക്കാണ് ആ കുടുംബസംഗമം എന്നുള്ള ഒരു മഹത്തായ പരിപാടി ഗാനമേളയും വിസൽ സദ്യയൊക്കെ ആയിട്ട് നടക്കുന്നത്.